വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിയർ ആൻഡ് ഫോളോ സ്വയം വിലയിരുത്താൻ സഹായിക്കുന്ന 50 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹിഫ്ലുൽ ഖുർആനിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സ്വയം വിലയിരുത്താൻ സഹായിക്കുന്ന, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മെ അടുക്കാൻ സഹായിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വിശുദ്ധ ഖുർആനിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ, നമുക്കൊന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന്റെ 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു പേനയും പേപ്പറും എടുത്ത് ഒരു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കേട്ട് ഓരോ ചോദ്യങ്ങൾക്കും യെസ് ഓർ നോ എന്നുള്ള ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. ഒന്ന് യെസ് ആണെങ്കിൽ യെസ് എഴുതുക, നോ ആണെങ്കിൽ നോ എഴുതുക. 2 യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. അങ്ങനെ 50 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര ടിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നതാണ്. ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് നോ മാർക്ക് കിട്ടിയിട്ടുള്ളത്, ആ ഭാഗം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യുക വഴി വിശുദ്ധ ഖുർആനിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, സ്വയം ഒന്ന് വിചാരണ ചെയ്യാൻ അല്ലെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി വിശുദ്ധ ഖുർആനുമായി എൻ്റെ ബന്ധം എത്രത്തോളമുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 5 വ്യത്യസ്ത കാറ്റഗറിയിലായിട്ടാണ് 50 ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ഹിഫ്ലുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠവും സംരക്ഷണവും. രണ്ടാമത്തത് ഖതമുൽ ഖുർആൻ, ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യൽ. മൂന്നാമത്തത് ഖുർആൻ ജീവിതത്തിൽ പ്രയോഗിക്കൽ. നാലാമത്തത് മനോഹര പാരായണം, തജ്വീദ്, മനസ്സിന്റെ ആഴം. അഞ്ചാമത്തേത് ഖുർആൻ മനസ്സിലാക്കൽ, തഫ്സീറും ചിന്തയും. വിഭാഗങ്ങളിലും 10 ചോദ്യങ്ങളായി മുഴുവനായി 50 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 41 മുതൽ 50 വരെ യെസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത്യുത്തമമായ ബന്ധമാണ് നിങ്ങൾക്ക് ഖുർആനുമായി ഉള്ളത്. ഖുർആനുമായി വളരെ ശക്തമായ ബന്ധമുണ്ട്. മനഃപ്പാഠം, പാരായണം, മനസ്സിലാക്കൽ, പ്രയോഗം എന്നിവയിൽ നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്ഥിരത നിലനിർത്തുകയാണ് വേണ്ടത്. മറ്റുള്ളവരെയും അതിലേക്ക് പ്രചോദിപ്പിക്കാവുന്നതാണ്. 31 മുതൽ 40 വരെയാണ് നിങ്ങൾക്ക് യെസ് കിട്ടിയതെങ്കിൽ നല്ല പുരോഗതിയുണ്ട്. നിങ്ങൾ ഉറച്ച പാതയിലാണ്. ഇല്ല എന്ന് ഉത്തരം നൽകിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ ഖുർആനുമായി നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിൽ വളരാൻ സഹായിക്കും. 21 മുതൽ 30 വരെയാണ് നിങ്ങൾക്ക് യെസ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ നല്ല തുടക്കത്തിലാണ്. എന്നാൽ കൂടുതൽ സ്ഥിരമായ ആവർത്തനം, അഭ്യാസം, ആലോചന എന്നിവ ഖുർആൻ യാത്രയെ ശക്തിപ്പെടുത്തും. ഖുർആനുമായി വളരുന്ന ഒരു ബന്ധത്തിലാണ് നിങ്ങളുള്ളത്. 11 മുതൽ 20 വരെയാണ് യെസ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. ഒരു നിശ്ചിത ദിനചര്യ രൂപീകരിക്കുക. അധ്യാപകന്റെ അതല്ലെങ്കിൽ സുഹൃത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ സഹായം തേടുക. അതുവഴി വിശുദ്ധ ഖുർആനുമായി ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 0 മുതൽ 10 വരെയാണ് എസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രതിദിനം 5 മുതൽ 10 മിനിറ്റ് എന്ന ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് ഖുർആനുമായി സ്ഥിര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. മെല്ലെ മെല്ലെ അതിന്റെ സമയം വലുതാക്കി കൊണ്ടുവന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു 50 ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി ചെയ്തു നോക്കുക. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം കൂട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. 9.5 മിനിറ്റാണ് ഈ ഒരു ചോദ്യം ഉള്ളത്. അത് നിങ്ങൾ സശ്രദ്ധം കേട്ട് ഓരോന്നിനും യെസ് അല്ലെങ്കിൽ നോ എന്ന് മാർക്ക് ചെയ്യുക. കൂടുതൽ സമയം വേണമെന്ന് ആവശ്യമുണ്ട് എങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ചോദ്യങ്ങൾ കേട്ടിട്ട് ഉത്തരം എഴുതി കണ്ടിന്യൂ ചെയ്യുക. ഇരിപ്പിൽ തന്നെ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ടിപ്സുകളും അറിവുകളും ക്വിസുകളും ഖുർആൻ പാരായണ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ ഹിഫ്ളുൽ ഖുർആനിന്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാവുന്നതാണ്. ജസാക്കല്ലാഹ് ഖൈർ. ചോദ്യങ്ങളിലേക്ക് പോകാം. ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠവും സംരക്ഷണവും. അതിലെ ഒന്നാമത്തെ ചോദ്യം: ഞാൻ മനഃപ്പാഠമാക്കിയ ഭാഗങ്ങൾ നിത്യം ആവർത്തിക്കാറുണ്ടോ? നിങ്ങളുടെ ഉത്തരം യെസ് ആണെന്നുണ്ടെങ്കിൽ Y എന്നും, നോ ആണെന്നുണ്ടെങ്കിൽ N എന്നും മാർക്ക് ചെയ്യാവുന്നതാണ്. യെസ് ഓർ നോ നിങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം: ഹിഫ്ള് റിവിഷൻ ചെയ്യാൻ ഞാൻ ദിവസവും ഒരു നിശ്ചിത സമയം കണ്ടെത്താറുണ്ടോ? നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തിയതിനു ശേഷം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. പുതുതായി മനഃപ്പാഠം ചെയ്ത ഭാഗം അതേ ദിവസം തന്നെ ആവർത്തിക്കാറുണ്ടോ? നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ ഈ വീഡിയോ പൗസ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ചോദ്യം: എൻ്റെ പാരായണം കേൾക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു കൂട്ടാളി എനിക്കുണ്ടോ? ഉത്തരം രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം: ഞാൻ മനഃപ്പാഠം ചെയ്യുന്ന ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? യെസ് ഓർ നോ എന്നുള്ളത് രേഖപ്പെടുത്തിയതിനു ശേഷം ആറാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ പാരായണം ചെയ്യുന്ന വാക്യങ്ങളോട് എനിക്ക് ആത്മബന്ധം തോന്നുന്നുണ്ടോ? ഉത്തരം രേഖപ്പെടുത്തിയതിനു ശേഷം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഹിഫ്ള് തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ സജീവതയും പുതുമയും ഉറപ്പാക്കാറുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് ഉത്തരം എഴുതുക. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വരുന്ന ഉത്തരമാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എൻ്റെ ഹിഫ്ള് പുരോഗതി കുറിക്കാൻ ഞാൻ എഴുതിയോ ഡിജിറ്റൽ രൂപത്തിലോ ട്രാക്ക് സൂക്ഷിക്കുന്നുണ്ടോ? യെസ് ഓർ നോ ഉത്തരം പറയുക, എഴുതുക. നിങ്ങളുടെ പേപ്പറിൽ എഴുതിയതിനു ശേഷം ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹിഫ്ള് എളുപ്പമാക്കാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ? പത്താമത്തെ ചോദ്യം: ഞാൻ അവസാന 10 സൂറത്തുകൾ നിരന്തരം ആവർത്തിക്കാറുണ്ടോ? ഒന്നാമത്തെ സെക്ഷനിലെ 10 ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഹിഫ്ളുൽ ഖുർആൻ, അതായത് ഖുർആൻ മനഃപ്പാഠവും സംരക്ഷണവും എന്നതിന്റെ താഴെയുള്ള 10 ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം ഖതമുൽ ഖുർആൻ, ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യൽ എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം: ഞാൻ പ്രതിവർഷം കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും മുഴുവൻ ഖുർആൻ പാരായണം ചെയ്യാൻ പദ്ധതിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് യെസ് ഓർ നോ അടയാളപ്പെടുത്താം. അതിനുശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ ദിനേന പാരായണത്തിനായി ഒരു സ്ഥിര സമയം നിശ്ചയിക്കുന്നുണ്ടോ? നമ്മളങ്ങനെ സ്ഥിരം ഒരേ സമയത്ത്, ഉദാഹരണത്തിന് മഗ്‌രിബിന് ശേഷമൊക്കെ ആയിരിക്കാം, അങ്ങനെ സ്ഥിരമായിട്ടൊരു സമയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 13ാമത്തെ ചോദ്യം: വേഗത്തിലല്ല, ആലോചനയോടെയാണോ ഞാൻ ഖതം പൂർത്തിയാക്കുന്നത്? നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തിയതിനു ശേഷം 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഖതം പൂർത്തിയായാൽ ഞാൻ ദുആ ചെയ്യുന്നുണ്ടോ? 15ാമത്തെ ചോദ്യം: ഖതം പൂർത്തിയായപ്പോൾ സന്തോഷവും നന്ദിയും അനുഭവപ്പെടുന്നുണ്ടോ? 16ാമത്തെ ചോദ്യം: എൻ്റെ കുടുംബത്തെയും കൂടെ ഖതം പൂർത്തിയാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം പേപ്പറിൽ എഴുതുക. ഞാൻ സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൗസ് ചെയ്യാം. പൗസ് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങൾ കേട്ട് അതിൻ്റെ ഉത്തരം യെസ് ഓർ നോ ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോകാവുന്നതാണ്. 17ാമത്തെ ചോദ്യം: ഞാൻ റമദാനിന് ശേഷവും ഖുർആൻ ഓതാറുണ്ടോ? നമ്മൾ ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്. റമദാനിന് ശേഷവും ഓതാറുണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 18ാമത്തെ ചോദ്യം: ഈ വർഷം എത്ര ഖതം പൂർത്തിയാക്കി എന്ന് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോ വർഷത്തിലും നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 19ാമത്തെ ചോദ്യം: പൂർത്തിയാക്കുന്നതിനല്ല, മെച്ചപ്പെടുന്നതിനായി പാരായണം ചെയ്യാറുണ്ടോ? വളരെ സ്പീഡ് പിടിച്ച് നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി ഓടിപ്പോകുന്നതിന് പകരം നമ്മുടെ ഓത്ത് ക്ലിയർ ആക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓതാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തിയതിനു ശേഷം 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 20ാമത്തെ ചോദ്യം: ഖതം പൂർത്തിയായാൽ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടോ? ഖതമുൽ ഖുർആനിലുള്ള ചോദ്യങ്ങൾ അവസാനിച്ചു. ഇനി നമ്മൾ ഖുർആൻ ജീവിതത്തിൽ പ്രയോഗിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്.
21-ാമത്തെ ചോദ്യം. ഞാൻ ദിനേന വായിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ഒരു പാഠമെങ്കിലും ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കാറുണ്ടോ? 22-ാമത്തെ ചോദ്യം. മാർഗനിർദ്ദേശം പറയുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിരുത്താറുണ്ടോ? 23-ാമത്തെ ചോദ്യം. എന്റെ പെരുമാറ്റം ഖുർആൻ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ സ്വയം പരിശോധിക്കാറുണ്ടോ? ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ഇരുന്ന് സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവ. 24-ാമത്തെ ചോദ്യം. ഖുർആൻ വിലക്കിയ പാപങ്ങളിൽ നിന്ന് ഞാൻ ജാഗ്രതയോടെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? 25-ാമത്തെ ചോദ്യം. ഖുർആൻ ദുആകൾ ഞാൻ ദൈനംദിന ദുആകളിൽ ഉൾപ്പെടുത്താറുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ധാരാളം ദുആകൾ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദുആകൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 26-ാമത്തെ ചോദ്യം. ഖുർആൻ തൗബ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ തൗബ ചെയ്യാറുണ്ടോ? ആ തെറ്റുകൾ എനിക്ക് മുന്നേ ബാധിച്ചത് മനസ്സിലാക്കിയിട്ട് എൻ്റെ മനസ്സിൽ തൗബയുടെ ചിന്തകൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 27-ാമത്തെ ചോദ്യം. ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ഒരു ഖുർആൻ പാഠം പഠിപ്പിക്കുന്നുണ്ടോ? 28-ാമത്തെ ചോദ്യം. ദാനത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ ദാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? 29-ാമത്തെ ചോദ്യം. പരീക്ഷണങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ തനിക്കുണ്ടായ പരീക്ഷണങ്ങളിൽ ഞാൻ ക്ഷമ അവലംബിച്ചിരുന്നോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഒരു വിലയിരുത്തൽ നമുക്ക് ഉണ്ടാവാറുണ്ടോ? 30-ാമത്തെ ചോദ്യം. അനുഗ്രഹങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഖുർആൻ ജീവിതത്തിൽ പ്രയോഗിക്കൽ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചു. ഇനി മനോഹരമായ പാരായണം, തജ്വീദിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. 31-ാമത്തെ ചോദ്യം. ഞാൻ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടോ? 32. നല്ല പാരായണം കേട്ട് ഉച്ചാരണം മെച്ചപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? 33-ാമത്തെ ചോദ്യം. പാരായണത്തിനിടെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ? 34-ാമത്തെ ചോദ്യം. ഓരോ അക്ഷരവും ശരിയായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? 35-ാമത്തെ ചോദ്യം. തജ്വീദ് അല്ലെങ്കിൽ പാരായണ ക്ലാസുകളിൽ പങ്കെടുക്കാറുണ്ടോ? 36-ാമത്തെ ചോദ്യം. പാരായണം ശബ്ദമുയർത്തി അഭ്യസിക്കാറുണ്ടോ? 37-ാമത്തെ ചോദ്യം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വിനയവും ഭക്തിയും അനുഭവിക്കുന്നുണ്ടോ? 38-ാമത്തെ ചോദ്യം. ഞാൻ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടോ? ഉത്തരം നിങ്ങൾ എഴുതുക. സമയമെടുക്കുന്നുണ്ടെങ്കിൽ പൗസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. 39-ാമത്തെ ചോദ്യം. ഞാൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കൽ മനോഭാവം ഒഴിവാക്കാറുണ്ടോ? 40-ാമത്തെ ചോദ്യം. പാരായണം അള്ളാഹുവുമായി ബന്ധപ്പെടാനുള്ള മാർഗമായി കാണാറുണ്ടോ? അടുത്തതായി തഫ്സീർ, ചിന്ത, അതിനെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. 41-ാമത്തെ ചോദ്യം. ഞാൻ ഖുർആൻ പരിഭാഷ വായിക്കാറുണ്ടോ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെറിയ തഫ്സീർ ക്ലിപ്പുകൾ കേൾക്കുന്നുണ്ടോ? 42-ാമത്തെ ചോദ്യമാണ്. 43-ാമത്തെ ചോദ്യം. മനസ്സിലാക്കുന്ന പാഠങ്ങൾ എഴുതി വെക്കാറുണ്ടോ? 44-ാമത്തെ ചോദ്യം. ഞാൻ വായിക്കുന്ന വാക്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുത്താറുണ്ടോ? 45-ാമത്തെ ചോദ്യം. ഞാൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറകളുടെ അർത്ഥം അറിയുന്നുണ്ടോ? 46-ാമത്തെ ചോദ്യം. പ്രധാന വാക്യങ്ങളുടെ അവതരണ പശ്ചാത്തലം പഠിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഖുർആൻ ദുആകൾ അർത്ഥത്തോടുകൂടി മനഃപ്പാഠം ചെയ്യാറുണ്ടോ? 48-ാമത്തെ ചോദ്യം. എന്റെ കുടുംബത്തെയും ഖുർആൻ മനസ്സിലാക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? 49-ാമത്തെ ചോദ്യം. ഞാൻ ഖുർആൻ പഠന ക്ലാസുകളിലും ഓൺലൈൻ സെഷനുകളിലും പങ്കെടുക്കാറുണ്ടോ? 50-ാമത്തെ ചോദ്യം. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ തന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ?
ഈ ചോദ്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക. ജസാക്കല്ലാഹ് ഖൈർ.